ദുബായ് ക്രീക്ക് ഹാർബറിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം 4 മണിയായി ഇറങ്ങിയ സമയത്ത് കാർഡ് പഞ്ച് ചെയ്ത് നേരെ ഗ്രീൻ ലൈനാണ് പിടിച്ചത്. ഗ്രീൻ ലൈനിൽ നേരെ ഇറങ്ങി താഴെ വന്നു. താഴെ വന്നപ്പോഴത്തേക്ക് ആരുമില്ല, ഒരു ട്രെയിൻ ഇപ്പോൾ പോയതേ ഉള്ളൂ. 2 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ട്രെയിനും ഉടനെ തന്നെ എത്തിയിട്ടുണ്ട്. ക്രീക്ക് എന്നുള്ള സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്, ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം നമുക്ക് മുമ്പോട്ട് നടന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു പണി തീരാത്തൊരു ബോട്ട് കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നത് കാണാം. ഈ കാണുന്ന ബിൽഡിങ്ങിലോട്ടാണ് നമുക്ക് ചെല്ലേണ്ടത് കേട്ടോ. ഇവിടെയാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്. നോൾ കാർഡ് ഉള്ളവർക്ക് വേറെ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, അല്ലാത്തവർക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ എത്തിയ ഉടനെ തന്നെ ഒരു ട്രിപ്പ് ബോട്ട് പോയതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ബോട്ടും എത്തി. 2 ബോട്ടുകൾ എത്തിയിട്ടുണ്ട്. ഈ ചെറിയ വഴി കൂടെ നമ്മൾ ബോട്ടിലേക്ക് നടന്നു. കാർഡ് പഞ്ച് ചെയ്ത് അകത്തേക്ക് കയറി. 2 ദിർഹമാണ് വൺ സൈഡ് നമുക്ക് ആവുന്നത്. ഡയറക്റ്റ് ബോട്ട് കിട്ടുവാണെന്നെങ്കിൽ 4 ദിർഹത്തിന് നമുക്ക് പോയിട്ട് വരാൻ പറ്റും. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ബുർജ് ഖലീഫയും മറ്റ് ബിൽഡിങ്ങുകളുടെയും വ്യൂ ഒരു നിഴൽ പോലെ കാണാം. അങ്ങനെ ഹാർബർ വന്നിറങ്ങി പുറത്തോട്ടിറങ്ങി നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ഇമാർ എന്നെഴുതിയ ഈ വലിയ ബിൽഡിങ്ങുകളാണ്. അങ്ങനെ നേരെ അകത്തേക്ക് ലെഫ്റ്റ് എടുത്തു. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ഫൗണ്ടനും ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞ കളറിൽ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് മരവും. അങ്ങനെ അവിടെ നിന്ന് നേരെ റൈറ്റിലേക്ക് നടന്നു. നമുക്ക് റീൽസും ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം നോക്കി നടക്കുമായിരുന്നു. സൈഡിലായിട്ട് പിള്ളേർക്ക് കളിക്കാനായിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ പണിതിട്ടിട്ടുണ്ട്. സൺസെറ്റ് ആയി കഴിഞ്ഞാലാണ് ഇവിടെ നല്ല വ്യൂസും കാര്യങ്ങളെല്ലാം വരുന്നത്. ഫോട്ടോ എടുക്കാൻ പറ്റിയ ടൈം അപ്പോഴാണ്. ഞങ്ങൾ എത്തിയ ടൈം കുറച്ച് നേരത്തെ ആയിപ്പോയി. ഇനി 1 മണിക്കൂറോടെ വേണം സൺസെറ്റ് ആവാനായി. പിന്നെ അതുവഴി പോകുന്ന ചെറുതും വലുതുമായിട്ടുള്ള ബോട്ടുകളെ നോക്കി സൺസെറ്റും വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോഴാണ് പൈററ്റ്സ് ഓഫ് ദ കരീബിയനിലെ പോലത്തെ ഒരു ബോട്ട് അതുവഴി വന്നത്. ഫ്രെയിം അങ്ങ് കളറായി. അങ്ങനെ നൈറ്റായി, ലൈറ്റ്സ് എല്ലാം ഓണായി, ഫുൾ കളറായി, വൈബായി. ഫോട്ടോസ് എടുക്കാൻ ആൾക്കാരുടെ തിരക്കായി. ഞങ്ങൾ ചെന്ന ബ്യൂട്ടിഫുൾ വ്യൂ ഒന്ന് കണ്ടിട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് തിരിച്ചു വണ്ടി കയറി.